ഇന്നത്തെ റെസിപ്പി നല്ലൊരു ഈവനിങ് സ്നാക്കാണ്. നല്ല ടേസ്റ്റി ആയിട്ട് നമ്മളുടെ വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ടാണ് ഈ ഒരു ഈവനിങ് സ്നാക്ക് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. പെട്ടെന്നൊരു ഗസ്റ്റ് വന്നാലും നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിതാ ഒരു പാന് ഗ്യാസ് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വന്നാൽ ഇതിലേക്ക് മീഡിയം സൈസുള്ള ഒരു ക്യാരറ്റ് തൊലി കളഞ്ഞ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. തീ ലോ ഫ്ലെയിമിലേക്കാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കുക. പഞ്ചസാര ക്യാരറ്റിൽ കിടന്നിട്ട് ഒന്ന് അലിഞ്ഞ് വന്നാൽ ആ ഒരു വെള്ളം കൂടെ ഇതുപോലെ ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂണോളം ബട്ടറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ബട്ടറിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുത്താൽ നമ്മൾ ഇതിലേക്കുള്ള ക്യാരറ്റ് ഇവിടെ റെഡിയായി കിട്ടും. നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ബട്ടറൊക്കെ നന്നായിട്ട് അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ തീ ഓഫ് ചെയ്തിട്ട് ചൂടാറാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി വേറൊരു ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 1/2 ടീസ്പൂണോളം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 5 ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതൊരു കറക്റ്റ് മധുരമായിരുന്നു ഈ ഒരു സ്നാക്കിലേക്ക്. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്ത് നല്ലോണം പതഞ്ഞ് വരുന്നത് വരെ തന്നെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 5 മിനിറ്റോളം ബീറ്റ് ചെയ്തിട്ട് ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. മുട്ട നന്നായിട്ട് പതഞ്ഞ് നല്ല ഫ്ലഫി ആയി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതിലേക്ക് വേണ്ടത് മൈദയാണ്. ഒരു 5 ടേബിൾ സ്പൂണോളം മൈദ എടുത്തിട്ടുണ്ട്. മൈദ കുറേശ്ശെയായിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാൻ പകുതി ചേർത്ത് കൊടുത്തിട്ട് ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പതിയെ ഇളക്കി മിക്സാക്കി എടുത്തിട്ടാണ് ബാക്കി പകുതി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പകുതി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് ഇതുപോലെ പതിയെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുത്താൽ മതി. ഇതുപോലെ തന്നെ ബാക്കിയും കൂടെ നമ്മൾ കുറേശ്ശെ ഇട്ടിട്ട് ഇതുപോലെ പതിയെ ഇളക്കി മിക്സാക്കി എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇത് മിക്സായി കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ള പകുതിയും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ഇതുപോലെ പതിയെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങ് കുത്തി ഉടക്കരുത്. അപ്പം നമ്മൾ മുട്ട പതപ്പിച്ചതൊക്കെ അങ്ങ് താന്നു പോവും. അപ്പോൾ പതിയെ ഇളക്കി മിക്സാക്കി എടുക്കുക. പതിയെ ഇളക്കി മിക്സാക്കി എടുത്താൽ പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ക്യാരറ്റും ഇതുപോലെ പതിയെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കുക. ക്യാരറ്റിൽ നിന്നൊരു കുറച്ച് ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഇട്ട് കൊടുക്കാനായിട്ടാണ്. നമ്മളിന്ന് റെഡിയാക്കി എടുക്കുന്നത് കുംസാണ്. കണ്ണൂർക്കാരുടെ സ്പെഷ്യൽ ഐറ്റം തന്നെയാണ് ഈ ഒരു മുട്ടക്കുംസ്. അപ്പോൾ ഇതിലേക്കുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് ഞാൻ ഗ്യാസ് സ്റ്റൗവിലേക്ക് ഒരു പഴയ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന പാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ ഒരല്പം കുഴിയുള്ള പാൻ എടുക്കുകയാണെങ്കിൽ നല്ല ഹൈറ്റോട് കൂടിയിട്ട് തന്നെ നമ്മളുടെ ഈ ഒരു സ്നാക്ക് നമുക്ക് റെഡിയായി കിട്ടും. അതിൻ്റെ അടിയിൽ ഒന്ന് ചൂടായി വന്നപ്പോൾ ഒരു ചെറിയ കഷ്ണം ബട്ടർ ഇട്ടൊന്ന് മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്കാണ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ബാറ്റർ മുഴുവനായിട്ടും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ക്യാരറ്റും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയൊരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മളിത് വേവിച്ചെടുത്തിട്ടുള്ളത്. അടച്ച് വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ 15 മിനിറ്റിന് ശേഷം ഞാനിതൊന്ന് തുറന്ന് നോക്കിയപ്പോൾ നമ്മളുടെ സ്നാക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്.
15 മിനിറ്റ് കഴിഞ്ഞ് ഞാനൊന്ന് തുറന്ന് നോക്കി. പിന്നെ വീണ്ടും ഒരു 5 മിനിറ്റ് ചൂടാറാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ ചൂടൊക്കെ ഏറി അതിൻ്റെ അരികു ഭാഗമൊക്കെ നന്നായിട്ട് വിട്ട് വന്നിട്ടുണ്ട്. ഇനി വേറൊരു പാത്രത്തിലേക്ക് ഇതാ മാറ്റി കൊടുത്തിട്ടുണ്ട്. നല്ല ഹൈറ്റോട് കൂടിയിട്ട് നമ്മുടെ കുംസ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. എളുപ്പത്തിൽ കുറഞ്ഞ ചേരുവയിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഈവനിങ് സ്നാക്കാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അതാ നല്ല സ്പോഞ്ചി ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.